ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം, അതിൽ 50-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകോനത്രിംശോऽധ്യായഃ. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേവജോസ്മാഭിർന സമ്യഗവഗമ്യതേ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യ വ്യനക്ത്യാത്മനഃ പുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദമപാദകം. യോ വിജ്ഞാതാഹൃദസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യന്ന വിജ്ഞായതേ പുംഭിർനാഭഭിർവാ ക്രിയാഗുണൈഃ. യദാ ജിഘൃക്ഷൻ പുരുഷഃ കാസ്നേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താംഘ്രി തത്രാമനുതസാധ്വിതി. ബുദ്ധിം ദുപ്രമദാ വിദ്യാൻ മമാഹമിതി യൽകൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേക്ഷഭിർഗുണാൻ. സഖായ ഇന്ദ്രിയഗണാ ജ്ഞാനം കർമ്മ ച യൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണഃ പഞ്ചവൃത്തിര്യഥോരഗഃ. ബൃഹദ്ബലം മനോ വിദ്യാദുഭയേന്ദ്രിയനായകം പഞ്ചാലാഃ പഞ്ചവിഷയാ യന്മധ്യേ നവഖം പുരം. അക്ഷിണീനാസികേ കർണോ മുഖം ശിശ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാതി യസ്തദിന്ദ്രിയസംയുതഃ. അക്ഷിണീനാസികേ ആസ്യമിതി പഞ്ചപുരകൃതാ ദക്ഷിണാ ദക്ഷിണകർണ ഉത്തരാ ചോത്തരസ്മൃത. പശ്ചിമേ ഇത്യധോ ദ്വാരൗ ഗുദം ശിശ്നമിഹോച്യത്തെ ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ. രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വര. നളിനീ നാളിനീ നാസേ ഗ്രന്ഥ സൗരഭ ഉച്യത്തെ ഘ്രാണാവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസവിദ്രസഃ. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാലസംഹിതം പിതൃയാനം ദേവയാനം ശ്രോത്രാശ്രുതിധരാദു വ്രജേത്. ആസുരീ മേഢ്രമർവാഗ്വ്യവായോ ഗ്രാമിണാം രതിഃ ഉപസ്ഥോ ദുർമദ പ്രോക്തോ നിരൃതിർഗുദ ഉച്യത്തെ. വൈശസം നരകം പായുർലുബ്ധഗോന്ധൗ മേ ശൃണു ഹസ്തപാദോ പുമാംസ്താഭ്യാം യുക്തോ യാതി കരോതി ച. അന്തഃപുരം ച ഹൃദയം വിഷൂചിർമന ഉച്യത്തെ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തൽഗുണൈഃ. യഥാ യഥാ വിക്രിയത്തെ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തദ്വൃത്തിരനുകാര്യത്തെ. ദേഹോ രഥസ്ഥിന്ദ്രിയാശ്വ സംവത്സരരയോ ഗതിഃ ദ്വികർമ്മചക്രസ്ത്രിഗുണധ്വജ പഞ്ചാസു ബന്ധുരഃ. മനോരശ്മിർബുദ്ധിസൂതോ ഹൃണ്ണീഡോ ദ്വന്ദ്വകൂപരഃ പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപ സപ്തധാതുവരൂഥകഃ. ആകൂതിർവിക്രമോ ബാഹ്വ്യോ മൃഗതൃഷ്ണാം പ്രധാവതി ഏകാദശേന്ദ്രിയചമൂ പഞ്ചസൂനാ വിനോദകൃത്. സംവത്സരശ്ചണ്ഡവേഗകാലോ യേനോപലക്ഷിതഃ തസ്യാഹാനീഹ ഗന്ധർവ്യോ രാത്രയ സ്മൃതഃ ഹരന്ത്യായുഃപരിക്രാന്ത്യ ഷഷ്ട്യുത്തരശതത്രയം. കാലകന്യാജരാ സാക്ഷാൽ ലോകസ്താം നാഭിനന്ദതി സ്വസ്വാരം ജഗൃഹേ മൃത്യും ക്ഷയായ യവനേശ്വരഃ. ആധയോ വ്യാധയസ്തസ്യ സൈനികാ യവനാശ്ചരാ ഭൂതോപസർഗാശുരയഃ പ്രജ്വാരോ ദ്വിവിധോജ്വരഃ. ഏവം ബഹുവിധൈർദുഃഖൈർദൈവഭൂതാത്മസംഭവൈഃ ക്ലിശ്യമാനഃ ശതം വർഷം ദേഹേ ദേഹീതമോ വൃതഃ. പ്രാണേന്ദ്രിയമനോധർമാനാത്മന്യധ്യാസ്യ നിർഗുണഃ ശേദേ കാമലവാഢ്യായൻ മമാഹമിതി കർമ്മകൃത്. യദാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേഃ സ്വദൃക്.
ഗുണാഭിമാനീ സ തദാ കർമാണി കുരുതേ വശഃ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ. ശുക്ലാൽ പ്രകാശഭൂയിഷ്ഠാൻ ലോകാനാപ്നോതി കർഹിച്ചിൽ ദുഃഖോദർക്കാൻ ക്രിയായാസാം തമശോകോൽക്കടാൻ ക്വചിത് ക്വചിൽ പുമാൻ ക്വചിച്ച സ്ത്രീ ക്വചിന്നോ ഭയമന്ധധീ ദേവോ മനുഷ്യസ്ഥിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവ. ക്ഷുൽപരീതോ യഥാദീന സാരമേയോ ഗൃഹം ചരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാം തഥാ കാമാശയോ ജീവ ഉച്ചാവചപഥാ ഭ്രമൻ ഉപര്യഥോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാ പ്രിയം. ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദ സ്യാച്ചേത്തൽ പ്രതിക്രിയാ. യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവാ പ്രതിക്രിയാ. നൈകാന്തതഃ പ്രതീകാരകർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവാനഘ. നൈകാന്തതഃ പ്രതീകാരകർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവാനല. അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ. അഥാത്മനോർത്ഥഭൂതസ്യ യതോനർത്ഥപരമ്പരാ സംസൃതിസ്തദ്വ്യവച്ഛേദോ ഭക്ത്യാ പരമയാ ഗുരൗ. വാസുദേവേ ഭഗവതി ഭക്തിയോഗസമാഹിതഃ സദ്ധ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ജനയിഷ്യതി. സോചിരാദേവരാജർഷേ സ്യാദച്യുതകഥാശ്രേയ ശൃണ്വത ശ്രദ്ധാനസ്യ നിത്യദാ സ്യാദധീയതഃ. യത്ര ഭാഗവതാ രാജൻ സാധവോ വിശദാശയാഃ ഭഗവത്ഗുണാനുകഥനശ്രവണവ്യഗ്രചേതസഃ. ഏതൈരുപദ്രുതോ നിത്യം ജീവലോകസ്വഭാവജൈ ന കരോതി ഹരേർനൂനം കഥാമൃതനിധൗ രതിം. പ്രജാപതിപതി സാക്ഷാത് ഭഗവാൻ ഗിരിശോ മനുഃ ദക്ഷാദയ പ്രജാധ്യക്ഷ നൈഷ്ഠികാഃ സനകാദയഃ. മരീചിരത്വ്യങ്കിരസൗ പുലസ്ത്യപുലഃ ക്രതുഃ ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്താ ബ്രഹ്മവാദിനഃ. അദ്യാപി വാചസ്പതയസ്തപോ വിദ്യാസമാധിഭിः പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം. ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്ത ഉരുവിസ്തരേ മന്ത്രലിംഗൈർവ്യവച്ഛിന്നം ഭജന്തോ ന വിദുഃപരം. യദായമനുഗൃഹ്ണാതി ഭഗവാനാത്മഭാവിതഃ സ ജഹാതി മതിം ലോകേ വേദേ ച പരിനിഷ്ഠിതാം. തസ്മാത് കർമ്മസു ബർഹിഷ്മൻ അജ്ഞാനാദർത്ഥകാശിഷു മാർത്ഥദൃഷ്ടിം കൃഥാഃ ശ്രോത്രസ്പർശിഷ്വസ്പൃഷ്ടവസ്തുഷു. സ്വം ലോകം ന വിദുസ്തേ വൈ യത്ര ദേവോ ജനാർദ്ദനഃ ആഹുർധൂമ്രധിയോ വേദം സകർമ്മകം അതദ്വിദഃ. ആസ്തീര്യത ദർഭൈഃ പ്രാഗഗ്രൈഃ കാസ്നേന ക്ഷിതിമണ്ഡലം സ്തബ്ധോ ബൃഹദ്വധാന്മാനി കർമ്മണാ വൈഷിയൽപരം. തൽകർമ്മഹരിതോഷം യത് സാ വിദ്യാ തന്മതിർയയാ. ഹരിർദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതിരീശ്വരഃ തൽപാദമൂലം ശരണം യദക്ഷേമോ നൃണാമിഹ. അടുത്ത ശ്ലോകമാണ് ഇനി എടുക്കേണ്ടത്. 52-ാമത്തെ ശ്ലോകം. നാരദ ഉവാച പ്രശ്നേവം ഹി സംഛിന്നോ ഭവതഃ പുരുഷർഷഭ അത്രമേ വദതോ ഗുഹ്യം നിശാമയസു നിശ്ചിതം. പ്രശ്നേവം ഹി സംഛിന്നോ ഭവതഃ പുരുഷർഷഭ അത്രമേ വദതോ ഗുഹ്യം നിശാമയസു നിശ്ചിതം. അപ്പോൾ
അങ്ങയുടെ ആ സംശയം ഇങ്ങനെ പരിഹരിക്കപ്പെട്ടതായി. അപ്പോൾ ഈ കാര്യത്തിൽ വേണ്ടതുപോലെ ആലോചിച്ചിട്ട് നിർണയിക്കപ്പെട്ടതും ആ ഗൂഢസ്വരൂപം ഉള്ളതും ആയതിനെ ഞാൻ പറയവേ അത് കേട്ട് മനസ്സിലാക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹരിയാണ് ആ സാക്ഷാൽ സർവേശ്വരൻ, പ്രകൃതി സ്വരൂപിയായിരിക്കുന്ന ഹരിയാണ്. അദ്ദേഹമാണ് ആ ശരീരികളുടെ എല്ലാം ആത്മാവായിട്ട് വർത്തിക്കുന്നതും അതുപോലെ ഈശ്വരനും ആയിട്ടുള്ള ആൾ. അവിടുത്തെ ആ പാദമൂലത്തെ രക്ഷാകേന്ദ്രമാക്കിയാൽ ഈ ലോകത്തിൽ മനുഷ്യർക്ക് ആ ഹരിപാദാബ്ജ സേവ കൊണ്ട് ക്ഷേമം ഉണ്ടാവണമെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നാരദൻ പറയുകയാണ്, അങ്ങയുടെ സംശയം ഇങ്ങനെ പ്രാചീന ബർഹിസിനോട് പറ, അങ്ങയുടെ സംശയം ഇങ്ങനെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വേണ്ടതുപോലെ ആലോചിച്ചിട്ട് നിർണയിക്കപ്പെട്ടതും ഗൂഢരൂപം ഉള്ളതും ആയ കാര്യത്തെ ഞാൻ അങ്ങയോട് പറയാം, അതിനെ ശരിക്കും കേട്ട് മനസ്സിലാക്കണം എന്ന് പറയും. പ്രശ്ന ഏവം ഹി സംഛിന്നോ ഭവത പുരുഷർഷഭ അത്രമേവ ദതോ ഗുഹ്യം നിശാമയ സുനിശ്ചിതം. അപ്പോൾ ഭവതഃ അങ്ങയുടെ പ്രശ്ന സംശയം, ഏവം ഹി ഇങ്ങനെ പ്രകാരം, സംഛിന്ന പരിഹരിക്കപ്പെട്ടതായി, അത്ര ഈ കാര്യത്തിൽ, സുനിശ്ചിതം വേണ്ട പോലെ ആലോചിച്ച് നിർണയിക്കപ്പെട്ടതും, ഗുഹ്യം ഗൂഢസ്വരൂപം ഉള്ളതും ആയതിനെ മേ വദത ഞാൻ പറയവേ, നിശാമയ കേട്ടു മനസ്സിലാക്കൂ. ഒന്നും കൂടി പറയാം. ഭവതഃ അങ്ങയുടെ പ്രശ്ന സംശയം, ഏവം ഹി ഇങ്ങനെ ഇപ്രകാരം, സംഛിന്ന പരിഹരിക്കപ്പെട്ടതായി, അത്ര ഈ കാര്യത്തിൽ, സുനിശ്ചിതം വേണ്ട പോലെ ആലോചിച്ച് നിർണയിക്കപ്പെട്ടതും, ഗുഹ്യം ഗൂഢസ്വരൂപം ഉള്ളതും ആയതിനെ മേ വദത ഞാൻ പറയവേ, നിശാമയ അതിനെ കേട്ട് മനസ്സിലാക്കൂ അറിയണം. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഭവതഃ പ്രശ്ന ഏവം ഹി സംഛിന്ന അത്ര സുനിശ്ചിതം ഗുഹ്യം മേ വദതഃ നിശാമയ. കൂടി പറയാം. ഭവതഃ പ്രശ്ന ഏവം ഹി സംഛിന്ന അത്ര സുനിശ്ചിതം ഗുഹ്യം മേ വദതഃ നിശാമയ. അങ്ങയുടെ ആ സംശയം ഇങ്ങനെ ഇപ്രകാരം പരിഹരിക്കപ്പെട്ടതായിരിക്കുന്നു. ഈ കാര്യത്തിൽ വേണ്ടതുപോലെ ആലോചിച്ച് നിർണയിക്കപ്പെട്ടതും ഗൂഢരൂപം ഉള്ളതും ആയതിനെ ഞാൻ പറയുന്നത് അങ്ങ് കേട്ട് മനസ്സിലാക്കൂ. അപ്പോൾ ആ ശ്രീഹരി ശരീരികളുടെ ആത്മാവാണ്, തനതായിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനും ഈശ്വരനുമാണ്. അവിടുത്തെ ആ തൃപ്പാദങ്ങളെ ശരണം പ്രാപിക്കുക എന്നത് മാത്രമേ മനുഷ്യർക്ക് ക്ഷേമത്തിന് കാരണമാകൂ. പ്രിയപ്പെട്ടവകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ആ ശ്രീഹരി. അദ്ദേഹത്തിൽ നിന്ന് അല്പം പോലും ഭയാശങ്ക വേണ്ടതില്ല. ഇത്രയും അറിയുന്നവൻ വിദ്വാനാണ്. വിദ്വാനായാൽ അദ്ദേഹം തന്നെ ഗുരുവും ഈശ്വരനും ആയി. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് അങ്ങയുടെ സംശയം തീർന്നിരിക്കുന്നു. അപ്പോൾ ആരാണ് ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പനാണ്. ആരാണ് ഈശ്വരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗുരുവായൂരപ്പനാണ്, മറ്റാരും അല്ല എന്നിവിടെ തീർത്തും സംശയലേശമന്യേ പറഞ്ഞുറപ്പിക്കുകയാണ്. ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഈ ഒരു ഭാഗം ഭഗവാനാണ് ഈശ്വരനും ഗുരുവും ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞതിൽ നിന്ന് അങ്ങയുടെ സംശയം തീർന്നിരിക്കുന്നു. അതോട് ഇതിൽ നിന്ന് സംശയം തീരണം. വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിവൃത്തിക്കായിട്ട് രഹസ്യമായിട്ടൊരു കാര്യം കൂടി പറയാമെന്ന് പറയാണ്. അത് കേൾക്കൂ. അതോടെ അങ്ങയ്ക്ക് യാതൊരു സംശയവും അവശേഷിക്കുകയില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ്. ഇവിടെ നാരദ ഉവാച എന്നതിൻ്റെ ആവശ്യകത മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാൽ നിലവിലുള്ള അനേകം ഗ്രന്ഥങ്ങൾ അവയിൽ എല്ലാം ഈ നാരദ ഉവാച, നാരദൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയാണ്, ഉപാസനയാണ് ഏറ്റവും വലുത് ശ്രീഹരിയുടെ. അത് പറയാനുള്ള ഉപദേശം തരാനുള്ള ഗുരു ശ്രീനാരദ മഹർഷി തന്നെയാണ് എന്നുള്ള നിലയ്ക്കായിരിക്കാം. എന്നാൽ ഒരു ഗ്രന്ഥത്തിൽ ഈ വാക്യം പ്രാചീന ഗ്രന്ഥങ്ങളിലില്ല എന്നൊരു അടിക്കുറിപ്പുണ്ട്. സ ഗുരുർഹരിഹി എന്ന് പറഞ്ഞ് ഒരു വിരാമം ഇട്ടു. ഇത് മതിയായില്ലെന്ന് തോന്നുകയാൽ വീണ്ടും പറവാൻ ആരംഭിച്ചു എന്ന അർത്ഥത്തിൽ സാധൂകരിക്കാം. ഏതായാലും അനേകം ഗ്രന്ഥങ്ങളിൽ
കാണുന്നതിനെ മാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ 52-ാമത്തെ ശ്ലോകം, 52-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: പുരുഷശ്രേഷ്ഠ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിനാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞല്ലോ. ഇതിൽ അതിരഹസ്യമായിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ അത് പറയുന്നു. അതിന് സംശയലേശം ഇല്ലാത്ത ആ വാക്ക് അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശരീരങ്ങളെ ധരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആത്മാവും അവരെ അതാത് വ്യാപാരങ്ങളിൽ പ്രേരിപ്പിക്കുന്നവനും അതാത് കർമ്മങ്ങളുടെ ഫലത്തെ ദാനം ചെയ്യുന്ന ആ സർവേശ്വരനും ശ്രീഹരിയാകുന്നു. ആ ദേവൻ്റെ പാദമൂലത്തെ ശരണം പ്രാപിക്കുന്നത് തന്നെ മനുഷ്യർക്ക് ഈ ജന്മത്തിൽ ക്ഷേമത്തിന് കാരണമാകുന്നു. ഏവർക്കും അത്യന്തം പ്രേമാസ്പദമായിരിക്കുന്നത് യാതൊന്നോ ആ ആത്മാവ് ശ്രീഹരിയാകുന്നു. അവനിൽ നിന്ന് അണുമാത്രവും ഭയം ആർക്കും ഉണ്ടാകുന്നില്ല. ഈ വിധം അറിയുന്നവൻ യാതൊരുവനോ അവൻ തന്നെയാണ് വിദ്വാൻ. അപ്രകാരം വിദ്വാനായവൻ ആരോ അവൻ തന്നെ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഗുരു അവൻ തന്നെയാകുന്നു ശ്രീഹരി. ഗുരു ആരാണെന്ന് ഇവിടെ ഈ ഗുരുപൂർണിമയുടെ ദിനത്തിൽ നമ്മൾക്ക് വളരെ വ്യക്തമാക്കിയിട്ട് ഭാഗവതം പറഞ്ഞു തരുന്നു. 2 സംശയമില്ല. ഇതിൽ യാതൊന്നും സംശയമാക്കണ്ട. ഗുരുവായൂരപ്പനെ ഗുരുവായിട്ട് സ്വീകരിച്ചാൽ മതി, ശ്രീഹരിയെ ഗുരുവായിട്ട് സ്വീകരിച്ചാൽ മതി എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആ ഭാഗവതം പറഞ്ഞു തരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ വ്യാഖ്യാനത്തിൽ നോക്കാം. പ്രിയതമശ്ച, പ്രിയതമന്മാർക്ക് തസ്മിൻ അണ്വപി ഭയം നേതി, അദ്ദേഹത്തിൽ നിന്നും ഒരു ഭയവും ഉണ്ടാകുന്നില്ല. പ്രിയതമശ്ച തസ്മിൻ അണ്വപി ഭയം, പ്രിയതമന്മാർക്ക് ആ ഭഗവാനിൽ നിന്നും യാതൊരു ഭയവും ഉണ്ടാവുന്നില്ല. നേതിയോ വേദ സ, ആരാണോ ആ വേദസ്വരൂപൻ, സ ഏവ, അങ്ങനെ ഇതിനെ അറിയുന്നത് ആരാണോ അവർ വേദസ്വരൂപനായി, സ ഏവ വിദ്വാൻ, അവർ തന്നെയാണ് വിദ്വാനായിരിക്കുന്ന ആൾ. പ്രിയതമശ്ച തസ്മിൻ അണ്വപി ഭയം നേതി, ഭയം അവരെ വിട്ടുപിരിയണു. യോ വേദ, ഇതിനെ മനസ്സിലാക്കുന്ന സ ആരാണോ അവർ ഏവ വിദ്വാൻ, അവരാണ് വിദ്വാൻ. അപ്പം അതിലത്തെ വ്യാഖ്യാനം പ്രിയതമശ്ച തസ്മിൻ അണ്വപി ഭയം നേതി യോ വേദ സ ഏവ വിദ്വാൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. ക്ഷുദ്രഞ്ജരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണസാമസു ലുബ്ധകർണം അഗ്രേ വൃകാൻ അസുതൃപോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധകബാണഭിന്നം. ക്ഷുദ്രഞ്ജരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണസാമസു ലുബ്ധകർണം അഗ്രേ വൃകാൻ അസുതൃപോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധകബാണഭിന്നം. അപ്പോൾ ഒരു പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ ആ ഇളം പുല്ല് മേഞ്ഞുകൊണ്ടും ഇണയോടും ചേർന്ന് അതിൽ ലയിച്ചും വണ്ടുകളുടെ ആ മൂളിപ്പാട്ടുകളിൽ രസിച്ചും ശ്രദ്ധിച്ചും ആ മുൻഭാഗത്ത് ആ ജീവൻ അപഹരിക്കുന്ന ചെന്നായ്ക്കളെ ഗൗനിക്കാതെ നടക്കുന്നതും പിൻഭാഗത്ത് വേടൻ്റെ അമ്പേറ്റിട്ട് പിളർന്നിരിക്കുന്നതും ആയിരിക്കുന്ന ഒരു മാനിനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. ആ ഗൂഢരഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷുദ്രഞ്ജരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണസാമസു ലുബ്ധകർണം അഗ്രേ വൃകാൻ അസുതൃപോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധകബാണഭിന്നം. ഒരു പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ ആ ഇളം പുല്ല് മേഞ്ഞുകൊണ്ടും ഇണയോട് ചേർന്ന് അതിൽ ലയിച്ചും ആ വണ്ടുകളുടെ മൂളിപ്പാട്ടുകളിൽ ആ രസിച്ചും ശ്രദ്ധിച്ചും മുൻഭാഗത്ത് ആ ജീവനെ അപഹരിക്കുന്ന ആ ചെന്നായ്ക്കളെ അവഗണിച്ചുകൊണ്ട് ഗൗനിക്കാതെ നടക്കുന്നതും പിൻഭാഗത്താകട്ടെ ആ വേടൻ്റെ അമ്പേറ്റിട്ട് പിളർന്നിരിക്കുന്നതും ആയിരിക്കുന്ന ഒരു മാനിനെ
മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. ഒരു പൂങ്കാവനത്തിൽ ഇളമ്പുല്ല് മേഞ്ഞ് നടക്കുന്ന ഒരു മാൻ തൻ്റെ പേടയോട് ഇണചേർന്ന് രമിക്കുന്നു. വണ്ടുകളുടെ മധുരഗാനം കേട്ട് ആനന്ദിക്കുന്നു. എന്നാൽ ആ മുൻഭാഗത്ത് മറ്റു ജീവികളെ തിന്ന് നിൽക്കുന്ന ചെന്നായ്ക്കളുണ്ട്. അവയെ കാണുന്നില്ല. പിന്നിലാകട്ടെ അമ്പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വേടനും ഉണ്ട്. ചെന്നായ ഏതു നിമിഷവും മുൻഭാഗത്ത് നിന്ന് ചാടി വീണ് മാനിനെ ഭക്ഷിക്കാം. വേടൻ്റെ അസ്ത്രം പിൻഭാഗത്ത് നിന്ന് വന്ന് പതിച്ചാൽ ശരീരത്തിൽ പോലും പിളരും. പിളർന്നുവെന്നു തന്നെ പറയത്തക്ക രീതിയിലാണ് ഇരിപ്പ്. അപ്രകാരമുള്ളൊരു മാനിനെ പറ്റി ചിന്തിക്കൂ എന്ന് പറയാം. ഒരു ഗൂഢരഹസ്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ക്ഷുദ്രഞ്ജരം സുമനസാം ശരണേ മിഹിത്വ. സുമനസാം ശരണേ, ഒരു പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ, സുമനസാം ശരണേ, ഒരു പൂന്തോട്ടത്തിനുള്ളിൽ, ക്ഷുദ്രഞ്ജരം, ഇളം പുല്ല് മേഞ്ഞുകൊണ്ടും, മിഥിത്വ, ഇണയോട് ചേർന്ന, രക്തം, അതിൽ ലയിച്ചും, രക്തം എന്നുള്ളതിന് അതിൽ ലയിച്ചും എന്ന് പറയുക അർത്ഥം. ഷഡംഘ്രിഗണസാമസു, വണ്ടുകളുടെ മൂഴിപ്പാട്ടുകളിൽ, ലുബ്ധകർണം, രസിച്ചും ശ്രദ്ധിച്ചും, അഗ്രേ, മുൻഭാഗത്ത്, അസുതൃപഹ, ജീവൻ അപഹരിക്കുന്ന, ആയുസ്സിനെ അപഹരിക്കുന്ന എന്നർത്ഥം. വൃക്കാൻ, ചെന്നായ്ക്കളെ, അവിഗണയ്യ, ഗൗനിക്കാതെ, യാന്തം, നടക്കുന്നതും, പൃഷ്ഠേ, പിൻഭാഗത്ത്, ലുബ്ധകബാണ ഭിന്നം, വേടൻ്റെ അമ്പേറ്റിട്ട് പിളർന്നിരിക്കുന്നതും ആയ മൃഗം, ഒരു മാനിനെ, മൃഗയ, മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ നിങ്ങളാണ് പറഞ്ഞത്. ഒന്നും കൂടി പറയാം. സുമനസാം ശരണേ, ഒരു പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ, ക്ഷുദ്രഞ്ജരം, ഇളംപുല്ല് മേഞ്ഞുകൊണ്ടും, മിഥിത്വ, ഇണയോട് ചേർന്ന്, രക്തം, അതിൽ ലയിച്ചും, ഷഡംഘ്രിഗണസാമസു, വണ്ടുകളുടെ മൂളിപ്പാട്ടുകളിൽ, ലുബ്ധകർണം, രസിച്ചും ശ്രദ്ധിച്ചും, അഗ്രേ, മുൻഭാഗത്ത്, അസുത്രപഹ, ജീവൻ അപഹരിക്കുന്ന, വൃക്കാൻ, ചെന്നായ്ക്കളെ, അവിഗണയ്യ, ഗൗനിക്കാതെ, യാന്തം, നടക്കുന്നതും, പൃഷ്ഠേ, പിൻഭാഗത്ത്, ലുബ്ധകബാണഭിന്നം, വേടൻ്റെ അമ്പേറ്റിട്ട് പിളർന്നിരിക്കുന്നതും ആയിരിക്കുന്ന മൃഗം, ഒരു മാനിനെ, മൃഗയ, മനസ്സിൽ സങ്കല്പിക്കൂ. അപ്പോൾ അടുത്ത അന്വയം വന്നിട്ട് സുമനസാം ശരണേ ക്ഷുദ്രഞ്ജരം മിഥിത്വ രക്തം ഷഡംഘ്രിഗണസാമസു ലുബ്ധകർണം അഗ്രേ അസുതൃപഃ വൃകാൻ അവിഗണയ്യ യാന്തം പൃഷ്ഠേ ലുബ്ധകബാണഭിന്നം മൃഗം മൃഗയ. ഒന്നും കൂടി പറയാം. സുമനസാം ശരണേ ക്ഷുദ്രഞ്ജരം മിഥിത്വാ രക്തം ഷഡംഘ്രി ഗണസാമസു ലുബ്ധകർണം അഗ്രേ അസുതൃപഃ വൃകാൻ അവിഗണയ്യ യാന്തം പൃഷ്ഠേ ലുബ്ധകബാണഭിന്നം മൃഗം മൃഗയ. ഒരു പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇളംപുല്ല് മേഞ്ഞുകൊണ്ടും ഇണയോട് ചേർന്ന് അതിൽ ലയിച്ചും വണ്ടുകളുടെ മൂളിപ്പാട്ടുകളിൽ രസിച്ച് ശ്രദ്ധിച്ചും മുൻഭാഗത്ത് ആ ജീവൻ അപഹരിക്കുന്ന ചെന്നായ്ക്കളെ ചെന്നായ്ക്കളെ ഗൗനിക്കാതെ നടക്കുന്നതും പിൻഭാഗത്ത് ആ വേടൻ്റെ അമ്പേറ്റ് പിളർന്നിരിക്കുന്നതുമായ ഒരു മാനിനെ കുറിച്ച് ശ്രദ്ധിക്കൂ. ശരണം എന്നാൽ ഗൃഹം എന്നർത്ഥം. ശരണേ ഗൃഹക്ഷിത്രോർ വധരക്ഷണയോരപി. സുമനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം. സുമനസാം ശരണം എന്നാൽ പുഷ്പവാടിയാകുന്ന ഗൃഹം അഥവാ പൂങ്കാവനത്തിൻ്റെ അന്തർഭാഗം എന്നർത്ഥം. ഈ ഭാഗവത ശ്ലോകത്തെ ആസ്പദമാക്കിയിട്ട് ചില പ്രസിദ്ധ ശ്ലോകങ്ങളുണ്ട്. അഗ്രേ വ്യാധഃ കരധൃതധനു പാർശ്വയോർജാലമാല പൃഷ്ഠേ വന്യർഹേതി വിപിനം ജാന്തികേ സാരമേയൗ ഏണീ ഗർഭാദലസഗമന ബാലകൈരുദ്ധപാദാ മന്ദാക്രാന്താ വ്രജതി മൃഗഃ കിം കരോമി ക്വയാമി. ഗർഭിണിയായിരിക്കുന്ന മാൻപേട, മുമ്പിൽ വില്ലുകുലച്ച വേടൻ, ഇരുവശത്തും വല, പിന്നിൽ കാട്ടുതീ, അരികത്ത് 2 നാട്ടുനായ്ക്കൾ, പൂർണ്ണഗർഭിണിയാകിയാൽ മന്ദഗതി, പേടിച്ചു വിറച്ച് കുട്ടികൾ കാൽ പിടിച്ചു കരയുന്നു. എന്തു ചെയ്യണം, എവിടേക്ക് പോകണം എന്ന ആ അന്തർഗതത്തോടുകൂടി നിലവിളിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ നീങ്ങുന്നു. ഈശ്വരാധീനമുണ്ടായാൽ കാന്തം പ്രാഹ കപോദികാകുലതയാ നാഥാന്ത്യകാലോധുന വ്യാധോധോ ധൃതചാപസന്ധിത ശരഃ ശ്യേന പരിഭ്രാമ്യതി
ഇത്തം സത്യഹിന സ ദഷ്ട ഇഷുണ ശേനോ വിനാശം ഗതസ്തൂർണം തൗതു യമാലയം പ്രതിഗതൗ ദേവ്യാ വിചിത്രാഗതി. ഒരു മരക്കൊമ്പിൽ ചെമ്പൊത്തു മിഥുനങ്ങൾ. പെൺപക്ഷി പറയുന്നു, നശിക്കാറായി. വില്ലുകുലച്ച വേടൻ താഴത്ത്, പരുന്ത് മുകളിൽ. പക്ഷേ വേടൻ പാമ്പിൻ പുറ്റിലാണ് നിന്നത്. അവനെ പാമ്പ് പിടിച്ചു. ഉന്നം പിഴച്ച അസ്ത്രം പരുന്തിനെ വകവരുത്തി. വേടൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. ജഗദംബികയുടെ ഗതി അത്യത്ഭുതം എന്നേ പറയേണ്ടു. പ്രാചീന ബർഹിസ് തന്നെയാണ് ഈ മാൻ എന്ന് പറയുന്നത്. മൃഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായാട്ട്. അപ്പോൾ സുമനഃ സുധർമ്മണാം സ്ത്രീണാം ശരണം ആശ്രമേ പുഷ്പമധുഗന്ധവത് ക്ഷുദ്രതമം കാമ്യകർമ്മ വിപാകജം കാമസുഖലവം ജൈഹ്യൗപസ്ഥ്യാദി വിജിന്വന്തം മിഥുനീഭൂയ തദഭിനിവേശിത മനസം ഷഡംഘ്രിഗണസാമഗീത വദതി മനോഹരവനിതാദി ജനാലാഭേഷ്വതിതരമതിപ്രലോഭിത കർണമഗ്രേ വൃകയൂഥവദാത്മന ആയുർഹരതോഹോരാത്രാന്താൻ കാലലവ വിശേഷാൻ അവിഗണയ്യ ഗൃഹേഷു വിഹരന്തം പൃഷ്ഠത ഏവ പരോക്ഷമനുപ്രവൃത്തോ ലുബ്ധകഃ കൃതാന്തോന്തശരേണ യമിഹ പരാവിധ്യതി തമിമം ആത്മാനം അഹോരാജൻ ഭിന്നഹൃദയം ദ്രഷ്ടുമർഹസീതി. സുമനസാം ശരണേ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളോട് സാദൃശ്യം വഹിക്കുന്നതിനാൽ സമാനധർമ്മത്തെ അവലംബിക്കുന്നവരായിരിക്കുന്ന സ്ത്രീകളുടെ ശരണസ്ഥാനമായിരിക്കുന്ന ഗൃഹത്തിൽ എന്നർത്ഥം. ക്ഷുദ്രഞ്ചരം എന്നാൽ പൂന്തേനും സുഗന്ധം പോലെ ക്ഷണികവും കാമ്യകർമ്മങ്ങളുടെ പരിണിതഫലമായതും ജിഹ്വ ജനനേന്ദ്രിയം എന്നിവയുടെ തൃപ്തിക്ക് വേണ്ടി ഭക്ഷണം, സംഭോഗം ഇത്യാദികളെ അന്വേഷിച്ച് ഉഴലുന്നതും ആയത്. മിഥിത്വ എന്നാൽ സ്ത്രീജനങ്ങളോട് ഇടചേർന്ന് രക്തം എന്നാൽ അവരിൽ ആസക്തമായത്. ഷഡംഘ്രിഗണസാമസു ലുബ്ധകർണം എന്നാൽ വണ്ടുകളുടെ കളഗാനത്തെപ്പോലെ മനം കവരുന്ന സ്ത്രീജനങ്ങളുടെ സല്ലാപാദികളിൽ നിർവൃതി കണ്ടെത്തുന്ന കർണപുടങ്ങളോട് കൂടിയവനായിട്ട്. അഗ്രേ അസുത്രപഹ വൃകാൻ അവിഗണയ്യ എന്നാൽ മുൻവശത്ത് നിൽക്കുന്ന ചെന്നായ്ക്കളുടെ കൂട്ടം പോലെ തൻ്റെ ആയുസ്സിനെ കവർന്നെടുക്കുന്നതും രാപ്പകലുകളായിട്ട് അതിവേഗം നീങ്ങുന്നതുമായിരിക്കുന്ന കാലത്തിൻ്റെ ഗതി എന്തെന്ന് ഗൗനിക്കാതെ. യാന്തം എന്നാൽ രാജധാനിയിൽ സ്വച്ഛന്ദ വിഹാരം ചെയ്യുന്ന. പൃഷ്ഠേ ലുബ്ധകബാണഭിന്നം എന്നാൽ അറിയാതെ പിന്നിലൂടെ വന്ന് അസ്ത്രം കൊണ്ട് പിളർക്കുന്ന വേടനെപ്പോലെ തന്നെ പിന്തുടരുന്ന അന്തകനെ അറിയാതെ. അന്തകൻ ദേഹം പിളക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ, അതേവരെ പിന്നാലെ വരുന്നുണ്ടെന്ന് അറിയുന്നില്ല. മൃഗം മൃഗയ എന്നാൽ ഭിന്നഹൃദയനായിരിക്കുന്ന തൻ്റെ അവസ്ഥ എന്തെന്ന് അങ്ങൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ആണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആ മനോഹരമായിരിക്കുന്ന പുഷ്പങ്ങളുള്ള ഉദ്യാനത്തിൽ സ്ത്രീയോടുകൂടി നിസ്സാര ഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതിൽ തന്നെ അത്യാസക്തവും ഇടയിലെ ആ വണ്ടുകളുടെ പാട്ടുകളാൽ അത്യാസക്തിയുള്ള കർണങ്ങളോടുകൂടിയതും മുന്നിൽ തങ്ങളുടെ പ്രാണങ്ങളെ കൊണ്ട് മാത്രം തൃപ്തി അടയുന്ന ചെന്നായ്ക്കളെ വകവയ്ക്കാതെ പോകുന്നതും പിൻവശത്ത് ആ കാട്ടാളൻ്റെ അമ്പുകളാൽ മുറിക്കപ്പെട്ടതും ആയിരിക്കുന്ന ഒരു മാനിനെ പറ്റി ചിന്തിക്കൂ എന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാരദൻ പറഞ്ഞു, ഹേ പുരുഷശ്രേഷ്ഠ, മോക്ഷമാർഗത്തെക്കുറിച്ച് അങ്ങന്ന് ചെയ്തതായിരിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഈ വിധം മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അങ്ങന്ന് കാലതാമസം കൂടാതെ പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് അറിയിപ്പിക്കുവാനായിട്ട് ആ സംഗതിയിൽ വിദ്വാൻമാർ ആലോചിച്ചുറപ്പിക്കുന്നതും ദേവഗുഹ്യവും ആയിരിക്കുന്ന സംഗതിയെ ഞാൻ പറയാൻ കേൾക്കുക എന്നിട്ടാണ്. ക്ഷുദ്രം ചരം സുമനസാം ശരണേ വിധിത്വാ രക്തം ഷഡംഘ്രിഗണസാമസു ലുബ്ധകർണം അഗ്രേ മൃഗാൻ അസുത്രപോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയലബ്ധകബാണഭിന്നം. മുന്നിലും പിന്നിലും കൂടി ആപത്തും വന്നെടുക്കുന്നതായാൽ അതിവേഗത്താൽ നിവൃത്തി കാണണം. കാര്യം നീട്ടിവെക്കുന്നത് ദോഷകരമാണെന്ന് അറിയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മാനിനെ
ദൃഷ്ടാന്തപ്പെടുത്തിയിട്ട് ഉപദേശിക്കുന്നു. അല്പകാലം അല്പവേഗതയിൽ അല്പപദാർത്ഥങ്ങളെ ആഗ്രഹിച്ച് സഞ്ചരിക്കുന്ന സ്വഭാവം ഉള്ളതായിരിക്കുന്ന ഒരു മാൻ പുഷ്പാദി രമ്യപദാർത്ഥങ്ങളുള്ള ഒരു വനത്തിൽ പേടയുമായിട്ട് ക്രീഡിച്ചും ആ ക്രീഡയിൽ തന്നെ മനസ്സിരുത്തിക്കൊണ്ട് പേടയോടുകൂടി സഞ്ചരിക്കുമ്പോൾ പ്രാണികളുടെ മാംസം കൊണ്ട് പോഷണം ചെയ്യുന്ന ചെന്നായ്ക്കൾ തന്നെ ഹിംസിക്കും എന്ന് അറിഞ്ഞിട്ടില്ല. പിൻഭാഗത്തു കൂടെ വരുന്ന വേടൻ്റെ ബാണം തൻ്റെ ദേഹത്തിൽ തറയ്ക്കുന്നതിന് അടുത്തിരിക്കുന്നു എന്നും അറിയുന്നില്ല. പൂന്തേൻ നുകർന്ന് രസിച്ച് മുരണ്ട് പറക്കുന്ന വണ്ടുകളുടെ ശബ്ദം കേട്ട് ആനന്ദിക്കുന്നതിൽ മനസ്സിരുത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന മാനിൻ്റെ ആ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു കൊള്ളുക. മുൻഭാഗത്ത് ചെന്നായ്ക്കളും പിൻഭാഗത്ത് വേടനും ഉള്ളതുകൊണ്ട് എത്ര നേരം ഈ വണ്ടിന് ആ നാദശ്രവണാനന്ദവും എത്ര വേഗം ഈ വണ്ടിന് നാദശ്രവണാനന്ദവും പേടമാനിനോടുള്ള ചേർച്ചയിൽ നിന്ന് സിദ്ധിക്കുന്ന ആനന്ദവും അനുഭവിപ്പാൻ സാധിക്കുമെന്നോ ഓർക്കാത്ത ആ മാനിൻ്റെ അവസ്ഥയാണ് മനുഷ്യരുടെ അവസ്ഥ എന്നുള്ളത് എനിക്കാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. ഏവം ഭവതഃ, ഇപ്രകാരം ഭവതഃ പ്രശ്നഃ, അങ്ങ് പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒക്കെ ഉത്തരം പറഞ്ഞു. പ്രശ്നഃ കഥിതഃ അന്യച്ച ഗുഹ്യം വദാമി, അന്യമായിരിക്കുന്ന വളരെ രഹസ്യമായിരിക്കുന്നതും പറയാം, കേട്ടോളൂ. അന്യസ്യ ഗുഹ്യം വദാമി ശൃണു. അപ്പോൾ ഏവം ഭവതഃ പ്രശ്നഃ, ഇപ്രകാരം ഹേ നൃപ, അല്ലയോ രാജാവേ, ഏവം ഭവതഃ പ്രശ്നഃ കഥിതഃ, അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു. കഥിതഃ അന്യച്ച, ഇനി അതിലും ഗുഹ്യമായിരിക്കുന്ന ഇത് പറഞ്ഞു തരാം. വദാമി, ഞാൻ പറഞ്ഞു തരാം. ശൃണു, കേട്ടാലും എന്നിട്ട്. ഹേ രാജൻ, ഇമം മൃഗം പുഷ്പവാടികായാം, ഇവിടെ ഒരു മൃഗം പുഷ്പവാടികയിൽ സക്തമായിട്ട്, ഉദ്യാനത്തിൽ സക്തമായിട്ട്, പൃഷ്ഠേ ലുബ്ധകമഗ്രേ, പീഠഭാഗത്ത് അവിടെ വേടൻ, പിന്നെ അഗ്രത്തിൽ മുൻഭാഗത്ത് വൃകാൻ ചെന്നായ്ക്കൾ, ഇതിനെയൊക്കെ വിഗണയ്യ സ്ത്രീയ, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളുടെ സഹരമമാണം, സ്ത്രീയുടെ കൂടെ രമിച്ചു കൊണ്ടിരിക്കുന്നത് പശ്യ, കാണുക. മൃഗോപമം ജീവം വർണ്ണേതി, മൃഗത്തിൻ്റെ സമമാണ് ജീവൻ എന്ന് വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. ഏവം ഭവതഃ പ്രശ്നഃ കഥിതഃ അന്യച്ച ഗുഹ്യം വദാമി, ഹേ രാജനല്ലയോ രാജാവേ, ഇമം മൃഗം പുരുഷവാടികായാം, ഇവിടെ ആ മൃഗം ആ പുഷ്പവാടികായാം, ആ ഉദ്യാനത്തിൽ സക്തമായിട്ട്, പിൻഭാഗത്ത് ലുബ്ധകം വേടനും അഗ്രേ മുൻഭാഗത്ത് ചെന്നായ്ക്കളും, മൃഗാൻ അവിഗണയ്യ, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളോട് കൂടിയിട്ട് സഹരമമാണം രമിക്കുന്നത് കാണൂ. മൃഗോപമം ജീവം വർണ്ണയതി, ആ മൃഗത്തിന് സമമാണ് ഈ മനുഷ്യൻ്റെ ജീവൻ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഒന്നും കൂടി പറയാം. അതിൽ പറഞ്ഞിട്ടുള്ളത് ഏവം ഭവതഃ പ്രശ്നഃ കഥിതഃ അന്യച്ച ഗുഹ്യം വദാമി ശൃണു, ഹേ രാജൻ, ഇമം മൃഗം പുഷ്പവാടികായാം സക്തം പൃഷ്ഠേ ലുബ്ധകമഗ്രേ മൃഗാൻ അവിഗണയ്യ സ്ത്രീയാ സഹ രമമാണം പശ്യ എന്നുള്ളതാണ് ഇതിലത്തെ വ്യാഖ്യാനം പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. രാജോവാച, അടുത്ത ശ്ലോകം 55-ാമത്തെ ശ്ലോകം. 55-ാമത്തെ ശ്ലോകം. സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോന്ദ ചിത്തം നിയച്ഛ ഹൃദി കർണധുനീം ച ചിത്തേ ജഹ്യംഗനാശ്രമസപ്തമയൂഥഗാഥം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ. സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോന്ദശ്ചിത്തം നിയച്ഛ ഹൃദി കർണധുനീം ച ചിത്തേ ജഹ്യംഗനാശ്രമമസത്തമയൂഥഗാഥം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ.
ആ അങ്ങ് തനിക്കുള്ള ആ മൃഗീയ ചേഷ്ടയെ പറ്റിയിട്ട് ചിന്തിച്ച് ആ ഹൃദയത്തിനുള്ളിൽ ആ ചിത്തത്തെയും ചിത്തത്തിൽ ആ ശ്രവണേന്ദ്രിയത്തിൻ്റെ അരുവിയൊഴുക്കിനൊത്ത വ്യാപാരത്തെയും നിയന്ത്രിക്കുക. ആ ദുർജനങ്ങളുടെ സമൂഹം വാഴ്ത്തപ്പെടുന്ന ആ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുക. ആ ഹംസന്മാർക്കും ശരണ്യനായിരിക്കുന്ന ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ക്രമേണ വിരമിക്കുക. ഇതിൽ നിന്നൊക്കെ വിരമിക്കണം. ഇതാണ് പരമഗുഹ്യമായിരിക്കുന്ന രഹസ്യം. സത്വം ആ അങ്ങ് ആത്മന തനിക്കുള്ള ആ മൃഗചേഷ്ടിതം മൃഗീയമായിരിക്കുന്ന ചേഷ്ടയെപ്പറ്റി ചിന്തിച്ച് അന്തഃഹൃതി ഹൃദയത്തിനുള്ളിൽ ചിത്തത്തെയും ആ ചിത്തത്തിൽ കർണധുനീം ച ആ ശ്രവണേന്ദ്രിയത്തിൻ്റെ അരുവിയൊഴുക്കിനൊത്ത വ്യാപാരത്തെയും നിയന്ത്രിക്കുക. അസത്തമയൂഥഗാഥം ആ ദുർജനങ്ങളുടെ സമൂഹം വാഴ്ത്തിപ്പറയുന്ന ആ അങ്കനാശ്രമം ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുക. ഹംസശരണം പരമഹംസന്മാർക്കും ശരണ്യനായിരിക്കുന്ന ഭഗവാനെ പ്രീണീഹി പ്രീതിപ്പെടുത്തുക. ക്രമേണ വിരമിക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. സത്വം അങ്ങനെയുള്ള അങ്ങ് ആ ജീവൻ മൃഗത്തിന് സമമായിരിക്കുന്ന അങ്ങ് ആത്മന തനിക്കുള്ള ആ മൃഗചേഷ്ടയെപ്പറ്റി ചിന്തിച്ചിട്ട് അന്തഃഹൃതി ആ ഹൃദയത്തിനുള്ളിൽ ചിത്തത്തെ പ്രവേശിപ്പിച്ച് ചിത്തത്തിൽ ആ ശ്രവണേന്ദ്രിയത്തിൻ്റെ അരുവിയൊഴുക്കിനൊത്ത ആ വ്യാപാരത്തെ നിയന്ത്രിച്ചതിന് ശേഷം ആ ദുർജനങ്ങളുടെ സമൂഹം വാഴ്ത്തിപ്പറയുന്ന ആ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കണം. പിന്നെ ആ ഹംസശരണം പരമഹംസന്മാർക്കും ശരണ്യനായിരിക്കുന്ന ഭഗവാനെ പ്രീതിപ്പെടുത്തണം. അങ്ങനെ ക്രമേണ എല്ലാറ്റിൽ നിന്നും വിരമിക്കണം എന്നർത്ഥം. അതിലത്തെ പദങ്ങളെ സഹത്വം ആ അങ്ങ് ആത്മനഃ തനിക്കുള്ള മൃഗചേഷ്ടിതം മൃഗീയ ചേഷ്ടയെപ്പറ്റി വിചക്ഷ്യ ചിന്തിച്ച് ഹൃദയത്തിനുള്ളിൽ ചിത്തത്തെയും ചിത്തത്തിൽ കർണധുനീം ച ശ്രവണേന്ദ്രിയത്തിൻ്റെ ആ അരുവിയൊഴുക്കിനൊത്ത വ്യാപാരത്തെയും നിയന്ത്രിക്കുക. അസത്തമയൂഥഗാഥം ദുർജനങ്ങളുടെ സമൂഹം വാഴ്ത്തിപ്പറയുന്ന അങ്കനാശ്രമം ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുക. ഹംസശരണം പരമഹംസന്മാർക്കും ശരണ്യനായിരിക്കുന്ന ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ക്രമേണ അങ്ങനെ ആ ക്രമത്തിൽ വിരമിക്കൂ. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സഹത്വം ആത്മനഃ മൃഗചേഷ്ടിതം വിചക്ഷ്യ അന്തഃഹൃദി ചിത്തേ കർണധുനീം ച നിയച്ഛ അസത്തമയൂഥഗാഥം അങ്കനാശ്രമം ജഹി ഹംസശരണം പ്രീണീഹി ക്രമേണ വിരമ. ഒന്നും കൂടി പറയാം. സഹത്വം ആത്മനഃ മൃഗചേഷ്ടിതം വിചക്ഷ്യ അന്തഃഹൃതചിത്തം ചിത്തേ കർണധുനീം ച നിയച്ഛ അസത്തമയൂഥഗാഥം അങ്കനാശ്രമം ജഹി ഹംസശരണം പ്രീണീഹി ക്രമേണ വിരമ. അങ്ങനെയുള്ള തനിക്കുള്ള ആ മൃഗീയമായ ചേഷ്ടയെപ്പറ്റി ചിന്തിച്ച് ആ ഹൃദയത്തിനുള്ളിൽ ആ ചിത്തത്തിൽ ആ ശ്രവണേന്ദ്രിയത്തിൻ്റെ അടിയൊഴുക്കിനൊത്ത വ്യാപാരത്തെയും നിയന്ത്രിക്കുക. ദുർജനങ്ങളുടെ ആ സമൂഹം വാഴ്ത്തിപ്പറയണ ആ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുക. പിന്നെ പരമഹംസന്മാർക്കും ശരണ്യനായിരിക്കുന്ന ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ക്രമേണ ഇതിൽ നിന്നെല്ലാം വിരമിക്കണം. ഈ മൃഗത്തിൻ്റെ അവസ്ഥ തന്നെയാണ് അങ്ങ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിനെ ഹൃദയത്തിൽ നിയന്ത്രിക്കണം. കർണാദികളായിരിക്കുന്ന മറ്റിന്ദ്രിയങ്ങളെ ചിത്തത്തിൽ ബന്ധിക്കണം. വിഷയാസക്തിക്ക് മാത്രം ഉപകരിക്കുന്ന ഈ ഗൃഹാദികളെ ഉപേക്ഷിക്കണം. ജീവരാശിക്ക് ആകമാനം ശരണ്യനായിരിക്കുന്ന ഭഗവാനെ പ്രീതിപ്പെടുത്തിയാലും ക്രമേണ എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിരമിച്ച് ആ സന്യാസവൃത്തി സ്വീകരിച്ചാലും ഇല്ലതാണ്
പറഞ്ഞ് മനസ്സിലാക്കണം പ്രാചീന ബർഹിസിനോട്. ഒന്നുകൂടി പറയാം, ഈ മൃഗത്തിൻ്റെ അവസ്ഥ തന്നെയാണ് അങ്ങക്ക് ഉള്ളത് എന്നറിഞ്ഞിട്ട് ആ മനസ്സിനെ ഹൃദയത്തിൽ നിയന്ത്രിക്കണം. കർണാദികളായിരിക്കുന്ന മറ്റിന്ദ്രിയങ്ങളെ ചിത്തത്തിൽ ബന്ധിക്കണം. വിഷയാസക്തിക്ക് മാത്രം ഉപകരിക്കുന്ന ഗൃഹാദികളെ ഉപേക്ഷിക്കണം. ജീവരാശിക്ക് ആകമാനം ശരണ്യനായ ഭഗവാനെ പ്രീതിപ്പെടുത്തണം. ക്രമേണ എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിരമിച്ച് സന്യാസവൃത്തി സ്വീകരിച്ചാലും ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ മനോഹര പുഷ്പങ്ങളുടെ ഉദ്യാനത്തിൽ സ്ത്രീകളോടുകൂടി നിസ്സാര ഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതിൽ തന്നെ അത്യാസക്തവും ഇടയിലെ വണ്ടുകളുടെ പാട്ടുകളിൽ അത്യാസക്തിയുള്ള കർണങ്ങളോട് കൂടിയതും മുന്നിൽ തങ്ങളുടെ പ്രാണങ്ങളെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന ആ ചെന്നായ്ക്കളെ വകവയ്ക്കാതെ പോകുന്നതും പിൻവശത്ത് കാട്ടാളൻ്റെ അമ്പുകളാൽ മുറിക്കപ്പെട്ടതുമായിരിക്കുന്ന ഒരു മാനിനെ ചിന്തിക്കൂ. എന്നിട്ട് പൂക്കളെപ്പോലെ അഴകുള്ള സ്ത്രീകളുടെ സ്ഥാനം ആയിരിക്കുന്ന വസതിയിൽ പുഷ്പസുഗന്ധിയായിരിക്കുന്ന മധുപോലെ നിസ്സാരവും കാമ്യകർമ്മഫലസ്വരൂപവും നാക്കുകൊണ്ടും ഉപസ്ഥം കൊണ്ടും അനുഭവിക്കുന്ന ആ ഭോഗസുഖലേശത്തെ സ്ത്രീയൊത്ത് അനുഭവിക്കുന്നതും അതിൽ അത്യാസക്തവും ആ ഭൃംഗഗാനം പോലെ മോഹനമായിരിക്കുന്ന സ്ത്രീ ശിശുസല്ലാപം കേൾക്കാൻ രസമുള്ളതും മുൻവശത്ത് തൻ്റെ ആയുർഹാരിയായിരിക്കുന്ന പകൽ രാത്രി എന്ന കാലവിശേഷങ്ങൾ ഗണിക്കാതെ ഗൃഹാദികളിൽ വിഹരിക്കുന്നതും പിൻവശത്ത് മറഞ്ഞു നിൽക്കുന്ന അന്തകനാകുന്ന കാട്ടാളൻ തൻ്റെ ആവനാഴിയിലെ അമ്പുകളാൽ യാതൊന്ന് നശിപ്പിക്കുന്നു. അങ്ങനെ മുറിവേറ്റ മാനായി ജീവനെ അങ്ങ് കാണുക. അങ്ങ് ആ മാനിൻ്റെ അവസ്ഥ തന്നെയാണെന്ന് തനിക്കുമെന്നും മനസ്സിലാക്കിയിട്ട് മനസ്സ് പുറമേക്ക് പോകാൻ അനുവദിക്കാതെ ഹൃദയ അന്തർഭാഗത്ത് തന്നെ നിയന്ത്രിക്കുക. ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളെയും ഹൃദയത്തിൽ നിയന്ത്രിക്കുക. വിഷയസുഖാസക്തരുടെ മാത്രം വാർത്തയുള്ള ആ ഗൃഹാദികൾ, വീടുകൾ, മറ്റു സർവത്തിൽ നിന്നും വിരമിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മാനിൻ്റെ ദൃഷ്ടാന്തം പറഞ്ഞതിനെ സ്പഷ്ടമാക്കുകയാണ്. വിരിഞ്ഞു നിൽക്കുന്ന ആ പുഷ്പങ്ങളെ ഭംഗി ഉള്ളവയെന്ന് കരുതി സ്വാധീനത്തിലാക്കുവാൻ മനുഷ്യർ യത്നിക്കുന്നുവെങ്കിലും അധിക സമയം കഴിയും മുമ്പേ ആ ദളങ്ങൾ വാടി ഉണങ്ങിപ്പോകുമ്പോൾ സൗന്ദര്യവും പോയി കഴിഞ്ഞു. അതുപോലെ യൗവന യുക്തകളായിരിക്കുന്ന സ്ത്രീകളുടെ അവയവ ഭംഗി കണ്ട് മോഹിക്കുന്ന ജനം അവരോടുകൂടെ ചേർന്നിരിക്കുന്നതിനായി പരിശ്രമിക്കുന്നു. ആ ചേർച്ച കൊണ്ട് സിദ്ധിക്കുന്ന സുഖം എത്രയോ തുച്ഛവും ക്ഷണികവും ആകുന്നു. പൂന്തേൻ നുകരുന്ന സമയത്തിൽ അനുഭവപ്പെടുന്ന ഒരു മധുരസം പോലെ അല്പസമയത്തിൽ യൗവനം കഴിയുന്നത് വരെ മാത്രം അതൊരു സുഖം ആണെന്ന് തോന്നും. ജന്മജന്മാന്തരങ്ങളിൽ ഫലകാംക്ഷയോടുകൂടെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഇഹലോകത്തിലെ സുഖസാധനങ്ങളായിരിക്കുന്ന ഗൃഹധനാദി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ആവക സാധനങ്ങളെ ആഗ്രഹിച്ച് അവയിൽ രമിക്കുന്നത് കൊണ്ട് അനുഭവപ്പെടുന്ന സുഖമോ അതീവ നിസ്സാരമാണ്. ജിഹ്വയെയും ഉപസ്ഥത്തെയും തൃപ്തിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന സാധനങ്ങളെ തിരഞ്ഞുകൊണ്ട് തന്നെ കാലം കഴിക്കുന്നു. അങ്ങനെ സ്ത്രീ സഹിതനായിരുന്ന് മതിമറന്ന് ആ സുഖത്തിൽ തന്നെ മുങ്ങിപ്പൊങ്ങുന്നു. വണ്ടിൻ്റെ ആ നാദത്തിൽ എന്ന പോലെ ആ സ്ത്രീമുഖത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളിൽ ആനന്ദിക്കുന്നു. മാനിനെ കൊന്ന് ഭക്ഷിപ്പാനൊരുങ്ങി മുൻഭാഗത്ത് വന്നിരിക്കുന്ന ചെന്നായ്ക്കളെ എന്ന പോലെ വിഷയത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ മനുഷ്യൻ്റെ ആയുസ്സിനെ അപഹരിക്കുന്ന നിമേഷാദി കാലവേഗ സ്വരൂപനായിരിക്കുന്ന അന്തകൻ്റെ വരവിനെക്കുറിച്ച് ആലോചിക്കാതെ ആ ഗൃഹകർമ്മങ്ങളിൽ ക്രീഡിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം നിഷ്ഫലമായി പോകുന്നു. ഇതാണ് വിഷയാസക്തൻ്റെ ഫലം എന്ന് അല്ലയോ മഹാരാജാവേ, അങ്ങ് തന്നെ ജാഗരൂകനായിരിക്കേണ്ടതാണ്. അങ്ങയുടെ ഹൃദയത്തിൽ ആണ് മുറിവേറ്റിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഹേ രാജൻ, അല്ലയോ രാജാവേ, ഇമം മൃഗം അത് പറഞ്ഞു മൃഗമേവം ജീവം മൃഗോപമം ജീവം വർണ്ണേതി. മൃഗത്തിന് സമാനമാണ് ജീവൻ എന്ന് പറഞ്ഞു. ഹേ രാജൻ, അല്ലയോ രാജൻ, സ്ത്രീണാം ആശ്രമേ സ്ത്രീഭി, ആ ഗൃഹസ്ഥാശ്രമത്തിൽ സ്ത്രീകളുമായിട്ട് സഹകാമ്യകർമ്മ വിഭാഗജം, ആ ഒരുമിച്ച് ചേർന്നുള്ള കർമ്മവിഭാഗങ്ങളെ ജൈഹ്യൗപസ്ഥം ജിഹ്വ ഉപസ്ഥം ഇത്യാദി കാമസുഗലവങ്ങളെ അനുഭവിച്ച് വിചിന്തൻ
വിജിന്വന്തമഗ്രേ. അങ്ങനെ അതിനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയുർഹരതോ അഹോരാത്രാൻ, ആയുസ്സിനെ ഹരിക്കുന്ന അഹോരാത്രങ്ങൾ, രാവും പകലും അവരെയൊക്കെ അവിഗണയ്യ, അവരെയൊക്കെ അവിഗണയ്യ എന്ന് പറഞ്ഞാൽ അവഗണിച്ചുകൊണ്ട് പൃഷ്ഠതസ്ഥാടയന്തം, പിന്നിൽ താടിക്കുന്ന കാലത്തിൻ്റെ ചാവിഗണയ്യ, കാലത്തെ അവഗണിച്ചുകൊണ്ട് വിഹരന്തം, അങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഭിന്നഹൃദയം ജീവം, ഭഗവാനിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഹൃദയത്തോടു കൂടിയിരിക്കുന്ന ജീവൻ ദ്രഷ്ടുമർഹസി. ഇതൊക്കെ കാലത്തിൻ്റെ ആ അവസ്ഥയെ അനുഭവിക്കേണ്ടി വരും. ദ്രഷ്ടും അർഹസി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീണാമാശ്രമേ സ്ത്രീഭി, സ്ത്രീകൾ ഗൃഹസ്ഥാശ്രമത്തിൽ സ്ത്രീകളുമായിട്ട് സഹകാമ്യകർമ്മ വിപാകജം, പരസ്പരം ആ കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ട് വിപാകജം, അതിൽ നിന്നും ആ ജൈഹ്യൗപസ്ഥ്യാദി കാമസുഖലവം, ആ ജിഹ്വാ ഉപസ്ഥം ഇവകളിലെ ആ സുഖത്തെ വിചിന്വൻ, അതിനെ ചിന്തിച്ചുകൊണ്ട് അന്തം അഗ്രേ, അവസാനം ആയുർഹരതോ അഹോരാത്രം, ആയുസ്സിനെ ഹരിക്കുന്ന അഹോരാത്രങ്ങളെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആയുസ്സിനെ ഹരിക്കുന്ന അഹോരാത്രങ്ങളെ അവഗണിച്ച് പൃഷ്ഠസ്ഥാടയന്തം, പിന്നിൽ താടിക്കപ്പെടുന്ന കാലം, പിന്നാലെ താടിച്ചുകൊണ്ടിരിക്കുന്ന കാലം, അതിനെയും അവഗണിച്ച് ചാവിഗണയ്യ വിഹരന്തം, വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഭിന്നഹൃദയം, ആ ഹൃദയത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന, ഭഗവാനിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ജീവൻ ദ്രഷ്ടുമർഹസി, ജീവനെ കാണപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ രാജൻ, സ്ത്രീണാമാശ്രമേ സ്ത്രീഭി സഹകാമ്യകർമ്മ വിപാകജം ജഹ്യൗപസ്ഥ്യാദി കാമസുഖലവം വിചിന്വന്തമഗ്രേ ആയുർഹരതോ അഹോരാത്രനവിഗണയ്യ പൃഷ്ഠതസ്ഥാടയന്തം കാലം ചാവിഗണയ്യ വിഹരന്തം ഭിന്നഹൃദയം ജീവം ദ്രഷ്ടുമർഹസി. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 56-ാമത്തെ ശ്ലോകം. രാജോവാച ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യദഭാഷത നൈതജ്ജാനന്ത്യുപാധ്യായ കിം ന ബ്രൂയുർവിദുര്യതി. ശ്രുതമന്വീക്ഷികം ബ്രഹ്മൻ ഭഗവാൻ യദഭാഷത നൈതജ്ജാനന്ത്യുപാധ്യായ കിം ബ്രൂയുർവിദുര്യതി. കിം ന ബ്രൂയുർവിദുര്യതി. അല്ലയോ ആ ബ്രഹ്മജ്ഞാനിയായവനെ, ആ ഭഗവാനായിരിക്കുന്ന അങ്ങ് എന്തിനെയാണോ അരുളി ചെയ്തുവോ, അപ്പോൾ ആ അവിടുന്ന് എന്താണോ അരുളി ചെയ്തത് അതിനെ കേൾക്കുകയും മനനം ചെയ്യുകയും, അതുപോലെ എൻ്റെ അധ്യാപകന്മാർ ഇതൊന്നും അറിവുള്ളവരല്ല, അറിയുമെങ്കിൽ അവർ ഉപദേശിക്കാത്തത് എന്ത്? ഇതൊക്കെ എൻ്റെ ആ അധ്യാപകന്മാരെ അറിയുന്നതല്ലേ, എന്നിട്ടും അവരെന്തുകൊണ്ട് ഇതിനെ എനിക്ക് ഉപദേശിക്കുന്നില്ല എന്നുള്ളത് ചോദിക്കുകയാണ് രാജാവ്. ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനി ആയവനെ, ഭഗവാനായിരിക്കുന്ന അങ്ങ് യത് ഏതിനെ അഭാഷത അരുളി ചെയ്തുവോ അത് ശ്രുതം കേൾക്കപ്പെടുകയും അന്വീക്ഷിതം ച മനനം ചെയ്യപ്പെടുകയും ചെയ്തു. ഉപാധ്യായാഹ എൻ്റെ അധ്യാപകന്മാർ ഏതത് ഇതൊന്നും ന ജാനന്തി അറിവുള്ളവരല്ല, വിദുഹു യതി അറിയും എങ്കിൽ കിം ന ബ്രൂയുഹു എന്തുകൊണ്ട് അവർ ഉപദേശിക്കുന്നില്ല. ഒന്നുകൂടി പറയാം ഇന്നത്തെ പദങ്ങൾ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യദഭാഷത നൈതജ്ജാനന്ത്യുപാധ്യായ കിം ന ബ്രൂയുർവിദുര്യതി. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞനായവനെ, ഭഗവാനായിരിക്കുന്ന അങ്ങ് യത് ഏതിനെ അഭാഷത അരുളി ചെയ്തുവോ അത് ശ്രുതം കേൾക്കപ്പെടുകയും അന്വീക്ഷിതം ച മനനം ചെയ്യപ്പെടുകയും ചെയ്തു. ഉപാധ്യായാഹ എൻ്റെ അധ്യാപകന്മാർ ഏതത് ഇതൊന്നും ന
ന ജാനന്തി അറിവുള്ളവരല്ല, വിദുഹു യതി അറിവുള്ളവർ അറിയും എങ്കിൽ, കിം ന ബ്രൂയുഹു എന്തുകൊണ്ട് അവർ ഉപദേശിക്കുന്നില്ല എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം തന്വയം ഹേ ബ്രഹ്മൻ ഭഗവാൻ യത് അഭാഷത, ഭഗവാൻ യത് അഭാഷത തത് ശ്രുതം അന്വീക്ഷിതം ച ഉപാധ്യായാഃ ഏതത് ന ജാനന്തി, ഏതത് ന ജാനന്തി വിദുഹു യതി കിം ന ബ്രൂയുഹു എന്നാണ്. ഒന്നുകൂടി, ഹേ ബ്രഹ്മൻ ഭഗവാൻ യത് അഭാഷത തത് ശ്രുതം അന്വീക്ഷിതം ച ഉപാധ്യായാഃ ഏതത് ന ജാനന്തി വിദുഹു യതി കിം ന ബ്രൂയുഹു. അല്ലയോ ബ്രഹ്മജ്ഞനായവനെ, ഭഗവാനായിരിക്കുന്ന അങ്ങ് ഏതിനെ അരുളി ചെയ്തുവോ അത് കേൾക്കപ്പെടുകയും മനനം ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ആ അധ്യാപകന്മാർ ഇതൊന്നും തന്നെ അറിവുള്ളവരല്ല. അറിയുമെങ്കിൽ അവർ ഉപദേശിക്കാത്തത് എന്ത്? അല്ലയോ നാരദ മഹർഷി, അങ്ങെന്ന് പറഞ്ഞത് കേട്ടു, അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തു. എൻ്റെ ഗുരുനാഥന്മാർക്ക് ഈ തത്വങ്ങൾ അറിയാമായിരുന്നില്ലെന്നാണ് തോന്നുന്നത്. അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു തരാതിരുന്നത്? ആ ശ്രീനാരദ മഹർഷി ഉപദേശിച്ചതെല്ലാം പ്രാചീന ബർഹിസ് സശ്രദ്ധം കേട്ട് മനസ്സിലാക്കി. തൻ്റെ ഗുരുനാഥന്മാർ ഇതൊന്നും ഉപദേശിച്ചിട്ടില്ല. കാരണം അവർക്കറിയാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ആ നാരദവാക്യം അനുമോദിച്ച് ആ വേറെ കാര്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുകയാണ് ചെയ്തത്. അർത്ഥാന്തരം പ്രഷ്ടും പൂർവോക്തം അനുവദതി എന്ന് ശ്രീധരാചാര്യർ പറയുന്നു. ആചാര്യൻ, ഗുരു, ഉപാധ്യായൻ എന്നിവയെല്ലാം സാമാന്യേന പര്യായപദങ്ങളായിട്ട് പ്രയോഗിക്കാമെങ്കിലും അർത്ഥം അല്പാൽപ്പം വ്യത്യസ്തം ആണ്. ഏകദേശം തു വേദസ്യ വേദാംഗന്യപി വാ പുനഃ യോധ്യാപയതി വൃത്യർത്ഥ ഉപാധ്യായഃ സ ഉച്യതേ. മനുസ്മൃതി പറയുന്നുണ്ട്, സ ഗുരുര്യക്രിയാഃ കൃത്വാ വേദം അസ്മൈ പ്രയച്ഛതി ഭൃതകാധ്യാപകോ യസ്തു ഉപാധ്യായഃ സ ഉച്യതേ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭൃതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഫല സംഖ്യ. അതിനാൽ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി അധ്യാപക ജോലി സ്വീകരിച്ചവനാണ് ഉപാധ്യായൻ. ഉപജീവനത്തിന് വേണ്ടി അധ്യാപക വൃത്തി സ്വീകരിച്ചവനാണ് ഉപാധ്യായൻ. പക്ഷേ ഇവിടെ പ്രാചീന ബർഹിസിൻ്റെ ഗുരുനാഥന്മാർ എന്ന സാധാരണ അർത്ഥം മാത്രം മതി തത്വമസി പ്രകരണത്തിൽ. ഇവിടെ തത്വമസി പ്രകടനത്തിന് അവലംബമായിരിക്കുന്ന ശ്വേതകേതുവിൻ്റെ വാക്യത്തോടെ ഈ ശ്ലോകത്തിന് സമമുണ്ട്. നവൈ നൂനം ഭഗവന്തസ്ത ഏതദവേദിഷു. ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട്, ആത്മാവിനെ പറ്റി തൻ്റെ ഗുരുനാഥന്മാർ ശ്വേതകേതുവിന് ഉപദേശിക്കാതിരുന്നത് അത് അവർക്ക് അറിയായികയാലാകാമെന്ന് എന്നുള്ള ആ ഒരു സംശയം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മൻ അങ്ങ് പറഞ്ഞത് വേണ്ട വിധം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തു. എൻ്റെ ആചാര്യന്മാർ അത് തീരെ അറിയുന്നില്ല. അറിയുമെങ്കിൽ എന്തുകൊണ്ട് അവർ അത് എന്നോട് പറയുന്നില്ല? അതാണ് പറഞ്ഞത്. ഹേ രാജൻ, മുകളിൽ പറഞ്ഞ ആ മൃഗം എന്ന പോലെ അങ്ങിപ്പോൾ മൃതപ്രായനായിരിക്കുന്നതിനെ നന്നായി ധരിക്കണം. നിസ്സാര സുഖങ്ങളെ അന്വേഷിക്കുന്ന ചീത്തവൃത്തിയെ ആത്മഹൃദയാന്തർഭാഗത്തിൽ അടക്കുക. മനസ്സിനെ ബാഹ്യസുഖങ്ങളിൽ ആകർഷിക്കുന്ന ആ ശ്രോത്രാദി വൃത്തികളെ വിചാരശക്തി കൊണ്ട് നിരോധിച്ച് ചിത്തത്തിൽ തന്നെ ലയിപ്പിക്കുക. ഭഗവത് വിമുഖന്മാരായിരിക്കുന്ന ജനങ്ങളുടെ സംസർഗത്തിനും അവരുടെ സംഭാഷണം കേൾക്കുന്നതിനും കാരണമായിരിക്കുന്ന ആ ഗൃഹസ്ഥാശ്രമത്തെ ദൂരെ വിട്ടുകളയുക. പരിശുദ്ധന്മാരായിരിക്കുന്ന പരമഹംസന്മാർ ആശ്രയിക്കുന്ന ഭഗവാനെ പ്രസാദിപ്പിക്കുക. ക്രമത്തിൽ സംസാര സങ്കടങ്ങളിൽ നിന്ന് ആത്യന്തിക നിവൃത്തിയെ പ്രാപിക്കുക. ഹേ ബ്രഹ്മൻ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അങ്ങൊന്ന് ഉപദേശിച്ചതിനെ മനസ്സിരുത്തി കേൾക്കുകയും അർത്ഥം ചിന്തിക്കുകയും ചെയ്തു. എനിക്ക് ആ കർമ്മമാർഗങ്ങളെ ഉപദേശിച്ച ആചാര്യന്മാർ ഈ തത്വം അറിയുന്നില്ല. പ്രാചീന ബർഹിസിനെ ആ കർമ്മ മാർഗം പറഞ്ഞു കൊടുത്ത കർമ്മഠന്മാർ ഈ തത്വം അറിയാതെയാണ് അതൊക്കെ പറഞ്ഞു കൊടുത്തത്. അഥവാ
അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞു കൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ഏവം മൃഗചേഷ്ടിതം വിചാര്യ അന്തർഹൃദി, ഇപ്രകാരമുള്ള ആ മൃഗചേഷ്ടിതങ്ങളെ വിചാരിച്ച് ആ ഹൃദയം ചിത്രമാകൃഷ്യ, ഹൃദയത്തെ ചിത്തം കൊണ്ട് നിയന്ത്രിക്കണം. ചിത്തേ ബഹിർവൃത്തിം നിയച്ച, ചിത്തത്തിൽ ആ ബാഹ്യവൃത്തിയെ നിയന്ത്രിക്കണം. അങ്ങനെ ഗൃഹസ്ഥാശ്രമം ത്യക്തേശ്വരം ശരണം, ഗൃഹസ്ഥാശ്രമത്തെ ത്യജിച്ച് ഈശ്വരം ശരണം, ഈശ്വരനെ ശരണമായിട്ട് ഗത്വ പോയിട്ട് സർവതോ എല്ലാത്തിൽ നിന്നും വിരമിക്കണം. ഏവം മൃഗചേഷ്ടിതം വിചാര്യാന്തർഹൃദി, ഇപ്രകാരമുള്ള മൃഗചേഷ്ടിതങ്ങളെ ആ അന്തർഹൃദിയിൽ വിചാരിക്കുന്ന ആ വിചാരത്തെ ചിത്തമാകൃഷ്യ, ചിത്രത്തിൽ സന്നിവേശിപ്പിച്ചിട്ട് ചിത്തേ ആ ചിത്തത്തിലുള്ള ചിത്തത്തിലുള്ള ബഹിർവൃത്തിയെ നിയന്ത്രിച്ച് ഗൃഹാശ്രമം ത്യജിച്ച് ഈശ്വരം ശരണം ഗത്വ, ഈശ്വരനെ ശരണം പ്രാപിച്ച് സർവത്തിൽ നിന്നും വിരമിക്കണം. ഏവം മൃഗചേഷ്ടിതം വിചാര്യ അന്തർഹൃദി ചിത്തമാകൃഷ്യ ചിത്തേ ബഹിർവൃത്തിം നിയച്ഛ ഗൃഹാശ്രമം ത്യക്തേശ്വരം ശരണം ഗത്വാ സർവതോ വിരമ, എല്ലാത്തിൽ നിന്നും ആ കർമ്മമാർഗത്തിൽ നിന്നും വിരമിക്കണം. പ്രാചീന ബർഹിസ് പറയണം, ഹേ നാരദ ഭവാൻ യത് അഭാഷത, അങ്ങ് എന്താണോ ഇവിടെ പറയാത്തത് അതിനെയാണ് മയാശ്രുതം, ഞാൻ ശ്രവിച്ചിരിക്കുന്നത്. അങ്ങ് പറഞ്ഞ അതിനെ പറ്റിയിട്ട് ആരും എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന്. ത്വയോക്തമേത തത്വം ഉപാധ്യായ, അങ്ങ് ഉപദേശിച്ചു തന്നിരിക്കുന്ന ഈ തത്വങ്ങളെ എൻ്റെ ഉപാധ്യായന്മാർക്ക് ന ജാനന്തി, അവർക്ക് അറിയുന്നില്ല. യതി വിദുസ്തർഹി, അഥവാ അറിയുന്നുണ്ടെങ്കിലും കിം ന ബ്രൂയു, അവർ എന്തുകൊണ്ട് എന്നോട് അത് പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ് പ്രാചീന ബർഹിരുവാച ഹേ നാരദ, അല്ലയോ നാരദ, ഭവാൻ യത് അഭാഷതം തത് മയാ ശ്രുതം, ഭവാൻ എന്തൊന്നാണോ പറയപ്പെടാത്തത് അതിനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ത്വയോക്തം, അങ്ങയാൽ ഉക്തമായിരിക്കുന്ന ഏതത്തത്വ ഉപാധ്യായ, ഈ തത്വത്തെ എൻ്റെ ഉപാധ്യായന്മാരെ, എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകന്മാർ ന ജാനന്തി, അവർ അറിയുന്നില്ല. യതി വിദുസ്തർഹി, ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കിം ന ബ്രൂയു, എന്തുകൊണ്ട് എനിക്കത് പറഞ്ഞു തന്നില്ല എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പ്രാചീന ബർഹിരുവാച ഹേ നാരദ ഭവാൻ യത് അഭാഷത തദ്മയാ ശ്രുതം ത്വയോക്തം ഏതത്തത്വം ഉപാധ്യായാഃ ന ജാനന്തി യതി വിദുസ്തർഹി കിം ന ബ്രൂയുഃ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്, വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഹരേ കൃഷ്ണ.